മഴത്തോട് മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും പോകാനൊരുങ്ങിയാണ്. അപ്പോൾ കൃഷ്ണനടുത്ത് പറയാണ്, മോക്കൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ലല്ലോ, മോക്കൊന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഗംഗാധരൻ കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുകയാണ്. പൈസ എടുത്തിട്ട് പറയാണ്, എന്തെങ്കിലും വാങ്ങിച്ചോ, മോക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുകയാണ്. അപ്പം വേണ്ട അങ്കിളെ, എനിക്ക് വേണ്ട, അച്ഛനെ കാണാൻ വന്നേ ഇല്ലയോ, എനിക്ക് വേണ്ട, എനിക്ക് മനസ്സിലാവുമെന്ന് കൃഷ്ണ പറയാണ്. നീ എന്ത് പറ്റി ഫോർമാലിറ്റി ഒന്നും കാണിക്കണ്ട, നീ വാങ്ങിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാധരനാണെങ്കിൽ കൃഷ്ണയുടെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൃഷ്ണ വാങ്ങിക്കുകയാണ്. അതുപോലെ നമ്മുടെ അലീനെ എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് അലീനയ്ക്കും പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നത്, വേണ്ട, എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവരെ പോലെ തന്നെയാണ് നീയും. നീയും പ്രത്യേകിച്ച് ഹോം നേഴ്സോ അതോ സെർവൻ്റോ ആയിട്ടൊന്നുമല്ല ഞങ്ങളും കാണുന്നത്, ഇവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീയും. നീ ഇത് വാങ്ങിച്ചോ എന്ന് പറയണം. അപ്പം അലീന പറയാണ്, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. മാലതിയും ഗംഗാധരനും കൂടെ നിർബന്ധിച്ച് അലീനയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അലീന ഇങ്ങനെ അത് വാങ്ങിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തും ഇവിടെ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അലീന ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവരങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബബിതയും കൃഷ്ണയും കൂടാണ് സംസാരിക്കുകയാണ്. അമ്മ എന്തിയെ, അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മുടെ വൈജയാണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോൾ വൈജി എണീച്ച് നോക്കുന്നുണ്ട്. ഗംഗാധര അങ്കിൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അമ്മയ്ക്ക് ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത സീക്രട്സ് അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബബിത. അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞു, ആഗ്രഹമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ഞങ്ങളും വെറുക്കുമെന്ന് പറഞ്ഞ് എന്താ. അപ്പം വൈജി ഒന്നും മിണ്ടുന്നില്ല. അത് ഗംഗേട്ടൻ ചുമ്മാതെ പറഞ്ഞ, അപ്പോൾ അത് വെറുതെ പറഞ്ഞ. അപ്പോൾ ബബിത പറയണേ, എനിക്കത് തോന്നിയില്ല, വെറുതെ പറയുകയാണെന്ന് തോന്നിയില്ല, അത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് വൈജ പറയാണ്. ദേഷ്യത്തിൻ്റെ പുറത്താണ് പറഞ്ഞത്, പക്ഷെ അതിലെന്തോ സത്യം ഉള്ളതുപോലെ തോന്നുന്നു. അപ്പോഴത്തേക്ക് വൈജ ചാടിച്ചിരുന്നു, നീ എന്നെ കൂടുതൽ വിസ്തരിക്കാൻ വരല്ലേ, നിങ്ങളുടെ കാര്യം നോക്കി, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയണം. അപ്പോഴത്തേക്ക് കൃഷ്ണ ചോദിക്കുകയാണ്, കൃഷ്ണ ബബിതടുത്ത് പറയുന്നത്, ചേച്ചി എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിക്കാൻ പോയത്, അമ്മ ദേഷ്യം പിടിച്ചിരിക്കുകയല്ലേ എന്ന് പറയണം. അപ്പം ബബിത പറയാണ്, അത് ചോദിച്ചില്ലെങ്കിൽ അമ്മയിൽ എനിക്ക് എപ്പോഴും സംശയം വന്നിരിക്കും, അമ്മ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് വൈജ ചോദിക്കും, എന്ത് തെറ്റ്, അല്ല അമ്മ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് വൈജ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട, പറഞ്ഞല്ലോ എങ്ങോട്ട് ദേഷ്യം വന്നുകൊണ്ടാണ് പറഞ്ഞതെന്ന്, പിന്നെ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ വൈജയാണെങ്കിൽ അങ്ങ് മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവുകയാണ്. വൈജയെ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചാണ്, ഗംഗാധരൻ മാലതിയും പോയി, ഇപ്പം പോയതേ ഉള്ളൂ, എന്താ അവിടെ ഒരു ബഹളം കേട്ടതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അത് ഞാനാണെങ്കിൽ അലീനയ്ക്ക് ഒരു അടി കൊടുത്ത്. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത എൻ്റെ കുഞ്ഞെ, നീ എന്നാ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. എനിക്കിഷ്ടമല്ല എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മറ്റൊരാൾ നോക്കുന്നത്, അത് ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ട, സെർവൻ്റ് മാത്രം ചെന്നാൽ മതി, ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതിൻ്റെ പേരും പറഞ്ഞ് ഗംഗേട്ടൻ എന്നെയും തല്ലിയെന്ന് പറഞ്ഞ്. നിന്നെ തല്ലിയോ? എന്നെയും തല്ലി, എന്നിട്ട് പറയാണ് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം മക്കളടുത്ത് പറയുന്നു. അവൻ അങ്ങനെ പറഞ്ഞോ? എന്നെങ്കിൽ നീ സൂക്ഷിച്ചോ, നിൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്തോടെ നീ പോയി ആത്മഹത്യ ചെയ്താൽ മതി, പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം വൈജ പറയുന്നത്, അതെനിക്കറിയാം, അതുകൊണ്ട് അമ്മ ആണെങ്കിൽ എങ്ങോട്ടേ വിളിക്കുമ്പം പറയണം, ഇങ്ങോട്ട് വരികയോ ചെയ്യല്ലേ, എൻ്റെ മക്കളടുത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയല്ലെന്ന്. ഞാൻ അവരെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ചെല്ലുന്നുണ്ടല്ലോ, അതുപോലെ എന്നെ ശല്യം ചെയ്യേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിച്ചോളാം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനും വരത്തില്ല എന്ന് വൈജ പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ഞാൻ പറയാം എന്ന് പറയുകയാണ്. അങ്ങനെ വൈജി അങ്ങ് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയെടുത്ത് പറയുകയാണ്, ഇനി എന്തൊക്കെയാണെങ്കിലും അവളെ ഞാൻ ഓട്ടിക്കും, ഒരാഴ്ചയൊക്കെ അവളെ ഞാൻ ഇനി ഓട്ടിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് വൈജ പോകുന്നത്. അങ്ങനെ ഭവിതയും രോഹിത്തും കൃഷ്ണയും കൂടെ ആലോചിക്കുകയാണ്, ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കാൻ പറ്റും, ഇവിടെ പണ്ടത്തൊട്ട് സമാധാനം കൊണ്ടുവരാൻ എങ്ങനെ പറ്റും എന്നൊക്കെയാണ്. അപ്പോൾ ഭവിത പറയാണ്, അലീന പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, അതെ, അവൾ ഇവിടുന്ന് പോകണം, അവൾ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അപ്പോൾ നമ്മുടെ വീട്ടിലെ പഴയ സമാധാനം വരുമെന്ന് രോഹിത്തും പറയുകയാണ്. അപ്പോൾ കൃഷ്ണയുടെ ചോദിക്കുകയാണ്, അപ്പം അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കുക, അതാണ് നല്ലത്, നിങ്ങളെല്ലാവരും കൂടെ അച്ഛനെ തോൽപ്പിക്കാൻ നോക്കുവാണോ എന്ന് കൃഷ്ണ ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, അച്ഛനെ തോൽപ്പിക്കാനല്ല, അമ്മയെ ജയിപ്പിക്കാനാണെന്ന് ബബിത പറയുകയാണ്. അങ്ങനെ നീ കരുതിക്കോളാൻ പറയുകയാണ്. അങ്ങനെ അവരെ 3 പേരും കൂടെ തീരുമാനിക്കുകയാണ്, അലീനയോട് സംസാരിച്ച് അലീന ഇവിടുന്ന് പോകാൻ പറയാമെന്ന് അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അലീന അങ്ങോട്ട് വരുമ്പോൾ കൃഷ്ണ വിളിക്കുകയാണ്, ചേച്ചി, അലീന ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയണം. അപ്പം
പറയാണ്, ചേച്ചി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കണ്ടായോ, അപ്പോൾ തീർക്കണം എന്ന് നമ്മുടെ അലീന പറയാണ്. അതിന് ചേച്ചി പോയാൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുവാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് കൃഷ്ണ പറയാണ്. അപ്പം നമ്മുടെ അലീനയ്ക്കൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും പറയാണ്, ഞാൻ പോയതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നമൊന്നും തീരുന്നില്ല, നിങ്ങളുടെ അമ്മ ഇവിടെയാണ് പ്രധാന പ്രശ്നം. നിങ്ങളുടെ അമ്മയെടുത്ത് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അമ്മയും മക്കളും എല്ലാവരും കൂടെ ചെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, എനിക്കിവിടെ നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല, നിങ്ങൾ സാറ് പറഞ്ഞാൽ ഞാൻ അന്നേരം പോകുമെന്ന് പറയണം. അപ്പോൾ രോഹിത് അങ്ങോട്ട് വന്ന് പറയാം, പിന്നെ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് കിടക്കുന്നത്, അങ്ങ് പൊക്കൂടെ, ഇതെല്ലാം കാരണം നീയാണെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നതെന്ന് രോഹിത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ദേഷ്യം വന്ന്, പോത്തില്ലടാ, ഞാൻ ഇവിടുന്ന് പോത്തില്ല, ഞാനിങ്ങനെ ഇങ്ങോട്ടൊന്നും വലിഞ്ഞു കയറി വന്നതല്ലേ, എന്നെ എഗ്രിമെൻ്റ് പ്രകാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബാലേന്ദ്രൻ സാറും മനുവേട്ടനും കൂടെ, അവരാരെങ്കിലും പറയാതെ പോത്തില്ല, അല്ലാതെ പോത്തില്ലടാ എന്ന് പറഞ്ഞ് നമ്മൾ രോഹിത്തിൻ്റെ അങ്ങ് ദേഷ്യം ചെല്ലുകയാണ്. അപ്പോൾ രോഹിത് അങ്ങ് വല്ലാതാവുകയാണ്. അതുപോലെ തന്നെ ഞാനല്ല ഇവിടുത്തെ പ്രശ്നം മൊത്തം നിങ്ങളുടെ അമ്മയാണ്, നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ വീട്ടിലെ സമാധാനം മൊത്തം കളയുന്ന ആ ഒരു സ്ത്രീയാണ്. അപ്പം ബബിത ചോദിക്കുകയാണ്, നിനക്ക് ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയാൻ എന്ത് അധികാരമുള്ളത്? അപ്പം അലീന പറയാണ്, നിനക്കൊക്കെ അധികാരം എനിക്ക് ഉണ്ടെന്ന് നീ കരുതിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അങ്ങ് അലീന അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ വല്ലാതെ നിൽക്കുകയാണ്. അലീന ഇപ്പോൾ ഓടിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ മൂന്നുപേരും കൂടെ, പക്ഷെ നടക്കത്തില്ലെന്ന് രോഗത്തിന് മനസ്സിലായി. രോഗത്തിന് ഇങ്ങനെ നിൽക്കണം, ഇനി എന്ത് ചെയ്യും എന്ന് ബബിത വന്ന് ചോദിക്കുകയാണ് രോഗത്തിനോട്. അങ്ങനെ അലീന മുത്തശ്ശിയുടെ മുറിയിലോട്ട് വരികയാണ്. മുത്തശ്ശി അലീനെ കണ്ടപ്പോൾ, ഞാൻ അറിഞ്ഞ്, അവളുടെ കാര്യം എന്തോ പറയാനാ മോളെ, നിന്നെ തല്ലിയ കാര്യം ഞാൻ അറിഞ്ഞ്, ഒരു കാര്യമില്ലെങ്കിൽ അവൾ നിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് പറയാനാ, അവൾക്കൊന്നും ആര് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന് മുത്തശ്ശി പറയാണ്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളങ്ങ് തീരുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നത്. അപ്പം നമ്മുടെ അലീന പറയണം, അപ്പം മുത്തശ്ശിക്ക് എന്നെ പറഞ്ഞു വിടാനാണ് വിചാരിക്കുന്നതല്ലേ, ഞാൻ പോകത്തില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ തന്നെ ബാലേന്ദ്ര സാറോ മനുവേട്ടനോ പറയാതെ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഒരു കാര്യം ചെയ്യും മുത്തശ്ശിയുടെ മോളോട് പറഞ്ഞ് മനസ്സിലാക്ക്, സുഖമില്ലാത്ത മനുഷ്യന് സമാധാന സ്വസ്ഥതയും കൊടുക്കാൻ എന്ന് പറയണം. മുത്തശ്ശി ചോദിക്കുകയാണ്, നീയും തുന്നിയിറങ്ങി തന്നെയാണോ? മുത്തശ്ശി എന്താ അങ്ങനെ ചോദിച്ചത്, എനിക്ക് ബാലേന്ദ്ര സാർ എപ്പോൾ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ മുത്തശ്ശി അല്ലെങ്കിൽ നിനക്ക് കൂടെ, നീ അങ്ങ് പോയാൽ പോരെന്ന് ചോദിക്കണം. പറഞ്ഞു, ഞാൻ പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരത്തില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ സാറ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, അവനെന്താ ഇങ്ങനെ വാശി പിടിക്കുന്നത്, അതെന്താ അങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പം പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, സാറ് പറഞ്ഞേക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേറൊരു ഫ്ലാറ്റ് എടുത്തിട്ട് നീ എൻ്റെ കൂടെ ഇവിടെ ഹോം നേഴ്സായിട്ട് ചെന്നാൽ മതി എന്നാണ് ബാലേന്ദ്രൻ സാറ് പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ സംശയിക്കത്തില്ലേ? എന്തിനു സംശയിക്കണം, എനിക്കറിയാം അദ്ദേഹം എന്നെ അച്ഛനെ പോലെ കാണുന്നതെന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്നും എനിക്കറിയാം, പിന്നെ എന്തിനാ എല്ലാവരെയും അടുത്തും പുറപ്പുറത്ത് കയറി നിന്ന് എല്ലാവരെയും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയണം. മുത്തശ്ശി, നീയും തുനിഞ്ഞ് തന്നെ ഇറങ്ങിയേക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി വീണ്ടും. അങ്ങനെ എന്താ മുത്തശ്ശി പറയുന്നത്, അല്ല, ഒരു കുടുംബം തകരാൻ പോകുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ മോളെ എന്ന് പറയണം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.